ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ള ഹാജ്മോ നോ ഇപ്പോ എന്ന് പറയുന്ന ഒരു ബോക്സിംഗ് ആനിമിയുടെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡായിട്ടാണ്. വീഡിയോയിലോട്ട് പോണതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക്. ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും കയറി അതും കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോവാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈപ്പോയുടെയും മിയാറ്റോയുടെയും ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. നമ്മൾ ഈപ്പോ എത്ര തന്നെ ശ്രമിച്ചിട്ടും മിയാറ്റോയുടെ അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല. നമ്മളെ ഈപ്പോയാണെങ്കിൽ ഒന്ന് അടുത്തോട് ചെല്ലുമ്പോഴത്തേനും നമ്മളെ മിയാറ്റോ അവനെ വാരിപ്പിറക്കി അടിച്ചുകൊണ്ടേയിരിക്കുവാണ്. അങ്ങനെ അടി കിട്ടി നമ്മളെ ഈപ്പോ നിലത്തോട്ട് പോയി തെറിച്ചു വീഴുന്നു. ശേഷം മിയാറ്റോ അവനെ നീക്കില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നു. ശേഷം നമ്മളെ കാമുകാവയാണെങ്കിലും സെക്കൻഡ്സ് എണ്ണുന്നുണ്ട്. 9 1 2 3 എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. ആരും അവനെ നീക്കാൻ പോണില്ല എന്ന് അവർക്ക് ഉറപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ ഈപ്പോയാണെങ്കിൽ അത് നീച്ചു നിൽക്കുന്നുണ്ട്. എല്ലാവരും അവനെ അത്ഭുതത്തോടു കൂടി നോക്കുന്നു. ഈപ്പോയാണെങ്കിൽ നീച്ചെന്ന് അവനെ കൊണ്ട് അവൻ അമ്മാതിരി അടിയാണ് കിട്ടിയത്. അവനാണെങ്കിൽ ആ വേദന സഹിക്കാനും കൂടി പറ്റുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്, ഇത് ഏതാ ചെക്ക, ഈ പുതിയ ചെക്കൻ ടാക്കുമുറ കൊണ്ടുവന്നത് തോന്നുന്നു, ഇവനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാക്കുമുറയാണെങ്കിൽ ഇപ്പോഴോട് പറയുന്നുണ്ട്, നീ അവനെ നോക്കി, നീ ഇവൻ്റെ അടുത്ത് നോക്കി നീ പഞ്ച് ചെയ്യും, നിന്നെ കൊണ്ട് പറ്റുമെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോഴാണെങ്കിൽ അവൻ്റെ ഫുഡ് സ്റ്റെപ്സൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് അടുത്ത് ചെല്ലുമ്പോഴത്തേനും നമ്മൾ മിയാറ്റ ഇവനെടുത്ത് വാരിപ്പിറക്കി അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇവൻ ആദ്യമായിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവനിങ്ങനെ കണ്ട് ആ രണ്ട് പയ്യന്മാർ നമ്മളെ ഈപ്പോയെ പറ്റി തള്ളി പറയുന്നത് കേട്ട് നമ്മളെ ടാക്കുമുറക്ക് ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ മിയാറ്റാണ് ഇവനെ വീണ്ടും എടുത്ത് ഒരു മാതിരി അടിയങ്ങ് അടിക്കുകയാണ്. അത് കിട്ടി നമ്മൾ ഈപ്പോണി ഇങ്ങനെ വീഴാൻ വേണ്ടി ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ മിയാറ്റ വന്ന് അവൻ്റെ മോന്തക്കിട്ട് ഒന്നും കൂടെ കൊടുക്കുന്നു. നമ്മൾ ഈപ്പോ വീണ്ടും നിലത്തൂട്ട് വീഴുന്നു. അതുകൊണ്ട് ടാക്കുമുറയാണെങ്കിൽ അവനോട് നീക്കടാ, എടാ നീ ഉറങ്ങല്ല, നീ നീക്ക്, നിന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈപ്പോയെ കണ്ടാണെങ്കിൽ പറ്റുന്നില്ല. നമ്മളെ കാമകാവ് വീണ്ടും എണ്ണുന്നുണ്ട്. നമ്മൾ ഈപ്പോ എങ്ങനെയൊക്കെ അവസാനം നീക്കുന്നു. ഇത് കണ്ട് എല്ലാവർക്കും വീണ്ടും അത്ഭുതമാവുന്നു. ഈച്ച് നമ്മളെ ടാക്കുമുറയാണെങ്കിൽ അവനക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു. ശേഷം അവനെ ഇങ്ങനെ എല്ലാവരും നോക്കുകയാണ്, അവനെ കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. ശേഷം വീണ്ടും കളി തുടങ്ങുമ്പോൾ നമ്മളെ മിയാറ്റ അവനെ വീണ്ടും അവൻ്റെ വയറിലോട്ടൊരു പഞ്ച കൊടുക്കും. ഇത് കണ്ട് അവരാണെങ്കിൽ ആ കളിയാക്കി ചിരിക്കുന്നുണ്ട്. നമ്മൾ ടാക്കുമുറക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ദേഷ്യം പിടിക്കുന്നുണ്ട്. ശേഷം അടി കിട്ടി ഈപ്പോ ആണെങ്കിൽ വീഴാൻ ശ്രമിക്കാതെ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. ഇത് കണ്ട് ഈ ടാക്കുമുറക്കാണെങ്കിൽ ആകെ പിരാന്ത് പിടിക്കുന്നുണ്ട്. ശേഷം ഒരു മൂലക്കെട്ട് നമ്മളെ മിയാറ്റ ആണെങ്കിൽ ഈപ്പോയെ ഒരു മയവും ഇല്ലാതെ അടിച്ച് അവനെ നിലംപരിശാക്കുകയാണ്. അങ്ങനെ ടാക്കുമുറക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അവനോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ശേഷം നമ്മൾ മിയാറ്റ അവസാനം അവൻ്റെ കൗണ്ടർ പഞ്ചായ ഒരു പഞ്ച് നമ്മളെ ഈപ്പോക്ക് കൊടുക്കുകയാണ്. ഈപ്പോക്ക് അത് കിട്ടിയതിന് ശേഷം കിളിയൊക്കെ ആകെ അങ്ങ് പോയി. ഈപ്പോക്ക് എന്താ നിലത്തോട്ട് വീഴാതെ ഇരിക്കാൻ വേണ്ടി അവൻ അവിടെ കിടന്ന് ഓടുകയാണ്. അവൻ ഓടി അങ്ങനെ അവൻ റിങ്ങിൻ്റെ ഒരു മൂലയിൽ പോയി അവനാകെ എനങ്ങാൻ പോലും പറ്റാതെ അവനങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ശേഷം അവിടെ അങ്ങനെ ഇരിക്കണമെന്ന് കണ്ടേക്കാൻ നമ്മൾ മിയാറ്റ വീണ്ടും ഓടി വന്ന് അവനൊരൊറ്റ പഞ്ച് കൊടുക്കാൻ നേരത്താണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൻ്റെ ബെല്ലടിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമ്മൾ ഈപ്പോ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. ശേഷം നമ്മൾ ടാക്കുമുറ അടിക്കുന്നത് നമ്മൾ ഈപ്പോയാണ് കാണിക്കുന്നത്. നമ്മൾ ടാക്കുമുറാണെങ്കിൽ അവനെ നല്ല രീതിക്ക് മോട്ടറാക്കി വിടുന്നുണ്ട്. നീ അവനെ ഫുഡ് സ്റ്റെപ്സ് ശ്രദ്ധിച്ച് നീ അവനെ പഞ്ച് ചെയ്യ്, നിന്നെക്കൊണ്ട് പറ്റും, നീ മുന്നേ ചെയ്തിട്ടുള്ള പോലെ ചെയ്യുന്നൊക്കെ നമ്മൾ ടാക്കുമുറ അവനെ മോട്ടറാക്കി വിടുന്നുണ്ട്. നമ്മൾ ഈപ്പോ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫുഡ് സ്റ്റെപ്സ് ശ്രദ്ധിച്ച് അവൻ്റെ അടുത്തോട്ടെത്തിയിട്ട് നമ്മൾ മിയാറ്റയെ അങ്ങ് ഒരൊറ്റ പഞ്ച് കൊടുക്കുകയാണ്. എന്തോ ഭാഗ്യം നമ്മൾ മിയാറ്റ അതങ്ങ് ബ്ലോക്ക് വന്നു. ആ പഞ്ച് ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ശേഷം നമ്മൾ ഈപ്പോ അവനെ ഒരു സമയം പോലും വെറുതെ വിടാതെ അവനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഇതുകൊണ്ട് എല്ലാവർക്കും അത്ഭുതം. ശേഷം നമ്മൾ ഈപ്പോ ആണെങ്കിൽ ഒരൊറ്റ പഞ്ചങ്ങ് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് മിസ്സിന് വളഞ്ഞങ്ങ് പോവുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും കിളി പോയി. ടാക്കുമാറാണെങ്കിൽ അവനോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്ത് പണിയെ കാട്ടി, നീ മുന്നേ പഞ്ച് ചെയ്തെന്ന് എനിക്ക് ഓർമ്മയില്ല, അതുപോലെ പഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവനെ മോട്ടറാക്കി വീണ്ടും വിടുന്നു. നമ്മൾ ഈപ്പോ ആണെങ്കിൽ ഒരു സെക്കൻഡ് പോലും ലേറ്റ് ആക്കാതെ അവനെ ഇട്ട് വാരിപ്പറക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മളെ കളിയാക്കിയവനെ നമ്മളെ ടാക്കുമുറ പിടിച്ച് ഞെരുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഈപ്പോ വീണ്ടും അവനിങ്ങനെ പഞ്ച് ചെയ്ത് അവസാനം അവനെ ആ റിങ്ങിൻ്റെ മൂലയിലോട്ട് കൊണ്ടുപോയി അവൻ്റെ കൗണ്ടർ പഞ്ച് ചെയ്യാൻ വേണ്ടി റെഡിയായി ഒരൊറ്റ അടിയങ്ങ് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് മിസ്സിന് നമ്മളെ മിയാറ്റയുടെ മീത്തത്താഴെ പോകുന്നു. ഇത് കണ്ട് കാമകാവ മുതൽ എല്ലാവരുടെയും കിളി അങ്ങ് പോകുന്നു.
ശേഷം നമ്മളെ അടി കിട്ടാൻ വേണ്ടി പോകുന്ന മിയാറ്റയാണെങ്കിൽ തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഈപ്പോയെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മളെ രണ്ടാമത്തെ റൗണ്ടിൻ്റെ ബെല്ലടിക്കുന്നത്. ശേഷം നമ്മളെ ടാക്കുമുറ വീണ്ടും നമ്മളെ ഈപ്പോയെ മോട്ടറാക്കി വിടുന്നതാണ്. നിൻ്റെ കൗണ്ടർ പഞ്ച് അടിപൊളിയായിരുന്നു, നീ കറക്റ്റ് സ്ട്രെയിറ്റായി കൊടുത്താൽ നിനക്ക് അവനെ തീർച്ചയായും അടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നമ്മൾ ടാക്കുമുറ ആണെങ്കിൽ ഈപ്പോയെ വീണ്ടും വീണ്ടും ഇങ്ങനെ മോട്ടറാക്കി വിടുകയാണ്. നമ്മളെ മിയാറ്റ ആണെങ്കിൽ ഇവനെ ഇനി എങ്ങനെ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. ശേഷം വീണ്ടും റൗണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ ഇപ്പോൾ വീണ്ടും മിയാറ്റയെ വാരിപ്പറക്കി അടിക്കും. മിയാറ്റയ്ക്കൊന്നും ചെയ്യാൻ പോലും ഇവ സമയം പോലും കൊടുക്കുന്നില്ല. ശേഷം നമ്മൾ മിയാറ്റയാണ് ഇവനെ പഞ്ച് ചെയ്യുമ്പോൾ ഇവനത് ഈസിയായി തന്നെ ഡോഡ്ജ് ചെയ്ത് വിടാൻ നോക്കുമ്പോഴത്തേനും മിയാറ്റ കറക്റ്റ് സ്പേസ് നോക്കി അവൻ്റെ തലക്കിട്ട് വീണ്ടും ഒന്നും കൂടെ കൊടുക്കുന്നു. ഇത് തെറിച്ച് നേരെ നിലത്തോട്ട് പോയി വീഴുവാണ് നമ്മൾ ഈ അടി ആരും തന്നെ പ്രതീക്ഷിച്ചില്ല, പോലും പ്രതീക്ഷിച്ചിട്ടില്ല. ശേഷം നമ്മൾ മിയാറ്റാണെങ്കിലും അവൻ വീണ്ടും പോയി ഇനി അവൻ നീക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും നീക്കുവാണ്. വീണ്ടും നീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീഴുന്നു. കാരണം അവൻ്റെ കാല് നല്ല രീതിക്ക് ഡാമേജ് ആവുന്നുണ്ട്. ശേഷം കാലുമ്മ എങ്ങനെയൊക്കെ അവൻ തന്നെ പഞ്ച് ചെയ്ത് അവൻ്റെ കാല് റെഡിയാക്കുന്നു. അവൻ എങ്ങനെയും കളിക്കണം. കാരണം ഇത് ജയിച്ചാൽ മാത്രമേ ഇവന് ബോക്സറാക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ ടാക്കുമുറ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ നീച്ച് വീണ്ടും നമ്മളെ മിയാറ്റയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ശേഷം മിയാറ്റയാണെങ്കിൽ ഒരു മയമില്ലാതെ നമ്മളെ വീണ്ടും വീണ്ടും പഞ്ച് ചെയ്ത് നിലത്തോട്ടിടുന്നു. നമ്മളെ മിയാറ്റ വീണ്ടും വീഴില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ വീണ്ടും നീച്ച് വരുന്നു. നമ്മൾ മിയാറ്റ വീണ്ടും ഇവനെ പഞ്ച് ചെയ്യുന്നു, ഇവ വീണ്ടും നീച്ച് വരുന്നു. ഇത് കണ്ട് മിയാറ്റക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവൻ എത്ര തന്നെ നമ്മളെ അടിച്ച് വീഴ്ത്തിയാലും നമ്മളെ എന്ന സുമ്മാവ ഇവൻ വീണ്ടും വീണ്ടും നീച്ച് വരും. ശേഷം നമ്മൾ ആണെങ്കിൽ നമ്മൾ മിയാറ്റയെ വീണ്ടും വീണ്ടും ഇങ്ങനെ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മിയാറ്റ വീണ്ടും ഇവനെ പഞ്ച് ചെയ്യുന്നു, ഇവൻ വീണ്ടും ശ്രമിക്കുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈപ്പോക്ക് എത്ര തന്നെ അടി കിട്ടിയാലും ഇവ എങ്ങനെയൊക്കെ നീച്ച് വരും. ഇത് കണ്ടിട്ടാണ് നമ്മളെ കാമകാവ് മുതൽ എല്ലാവരും ഇങ്ങനെ പുറത്തോടെ നോക്കുകയാണ്. കാരണം നമ്മൾ എത്ര അടി കിട്ടിയാലും വീണ്ടും നീച്ച് വരും. നമ്മളെ മിയാറ്റയെ വീണ്ടും വീണ്ടും ഇങ്ങനെ പഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. മിയാറ്റയ്ക്ക് ഒരു ടൈം പോലും കൊടുക്കാതെ ഇവൻ പഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് മിയാറ്റയുടെ കയ്യിൽ നിന്ന് വീണ്ടും അടി മേടിക്കും. ഇവൻ വീണ്ടും നീച്ച് വരും. മിയാറ്റക്കാണെങ്കിൽ ആകെ പിരാന്ത് പിടിക്കുന്നുണ്ട്. ഇവൻക്കാണ് സ്റ്റാമിന വരെ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം എത്രയൊക്കെ പഞ്ച് ചെയ്താലും നമ്മൾ വീണ്ടും നീച്ച് വന്ന് നമ്മളെ മിയാറ്റയെ പഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് തന്നെ മിയാറ്റയ്ക്ക് സ്റ്റാമിനയും എല്ലാം തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. ശേഷം മിയാറ്റയ്ക്ക് അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച് അവസാനം ഒരൊറ്റ പഞ്ചം കൊടുക്കുന്നു. ആ പഞ്ചെന്ന് വെച്ചാൽ ഒരു മാതിരി പഞ്ച്. ആ പഞ്ച് കണ്ടിട്ട് എല്ലാവരും ഞെട്ടുവാണ്. കൂടെ നമ്മൾ തെറിച്ചൊരു മൂലയിലോട്ട് പോയി വീഴുന്നു. ആ അടി കിട്ടിയ ഈപ്പോക്ക് പിന്നെ നീക്കാൻ പറ്റില്ല. അവനവൻ്റെ ബോധം തന്നെ കണ്ടു നിൽക്കുന്ന എല്ലാവരെയും കിളി പോകുന്നു. കാരണം ഈ പഞ്ചാരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം നമ്മൾ കാമഗാവയാണ് കാണിക്കുന്നത്. കാമഗാവ ആ ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് ആ കാമഗാവയുടെ ഹെൽപ്പറിനോട് ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ പഞ്ചൊക്കെ ശ്രദ്ധിച്ചോ? നമ്മളെ വലിയ വലിയ ബോക്സേഴ്സിനെ പോലെ അവൻക്കും ഭയങ്കര വലിയ വിൽ പവർ ഉണ്ട്, ഒരിക്കലും പിന്മാറാത്തൊരു വിൽ പവറാണ് നമ്മളെ ഈപ്പോക്ക് ഉള്ളതെന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ ടാക്കുമുറ അങ്ങോട്ട് കയറി വരുന്നത്. ടാക്കുമുറ കയറി വന്നേക്കെന്നെ ചോദിക്കുന്നു, കിളവാ നിങ്ങളവൻ്റെ പഞ്ചൊന്നും കണ്ടില്ല, നിങ്ങളെന്താ കണ്ണുപൊട്ടനാണോ, നിങ്ങളെന്തോ ഒന്നും മുണ്ടാതിരിക്കുന്നതെന്ന് പറയുമ്പോഴാണ് നമ്മളെ കാമഗാവ് പറയുന്നത് അവനോട് നാളെ മുതൽ ജിമ്മിലോട്ട് വരാൻ പറയാം, അവനെ ഞാൻ തന്നെ ട്രെയിൻ ചെയ്തൊരു ബോക്സറാക്കുന്നു. ഇത് കേട്ട് നമ്മുടെ ടാക്കുമുറക്കാകെ സന്തോഷമാവുന്നു. ശേഷം മേത്ത് മുഴുവൻ പരിക്കായി നിൽക്കുന്ന നമ്മൾ മിയാറ്റയാണ് കാണിക്കുന്നത്. നമ്മളെ ഈപ്പോയാണ് ഈ ടാക്കുമുറ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അവനെ നീപ്പിക്കുന്നു. നീച്ചിരിക്കുന്ന ഈപ്പോയാണ് പറയുന്നത്, ഞാൻ തോറ്റല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അവനോട് നീ അടിപൊളിയായി കളിച്ചു, നീ നല്ല ഒരു അടിപൊളിയായി കളിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ട് ഈപ്പോക്ക് ആകെ അത്ഭുതമാണ്. ശേഷം നമ്മളെ ഈപ്പോ ചോദിക്കുന്നു, ഞാൻ തോറ്റില്ലേ, എനിക്ക് ജിമ്മിലോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടാക്കുമുറ പറയും, നിനക്ക് ജിമ്മിലോട്ട് വരാൻ വേണ്ടി സമ്മതം നമ്മളെ കാമഗാവ് തന്നിട്ടുണ്ട്, നിനക്ക് നാളെ മുതൽ ജിമ്മിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കാമഗാവ എന്ന് പറയുന്നതിലാണ് നമുക്ക് ആകെ സന്തോഷമാവും. ശരീരത്തിൽ റെസ്റ്റ് എടുക്കുന്ന ഈപ്പോയെ അത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവൻ്റെ അമ്മയെ മാറി മാറി കാണിച്ചുകൊണ്ടാണ് നമ്മളെ സീസൺ 1 3ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കും. സോ ഗായ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു എപ്പിസോഡായി വരുന്നവരെ അതുവരേക്കും